ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പോറ്റിക്ക് കുരുക്ക് മുറുകുന്നു. പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്യുകയാണ്. SIT ജയിലിലെത്തിയാണ് ചോദ്യം ചെയ്യുന്നത്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, എന്തായാലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം വളരെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. എനിക്ക് തോന്നുന്നു ഹൈക്കോടതി വടിയെടുത്തത് കൊണ്ടാണ് ഇപ്പോൾ പ്രത്യേക ആവേശം ഇപ്പോൾ SITക്ക് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നു. ഈ പഞ്ചലോഹ വിഗ്രഹങ്ങൾ അത് കൊണ്ടുപോയി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ കൊള്ളസംഘം കൈമാറിയിരിക്കുന്ന മണിയെ ചോദ്യം ചെയ്യുന്നു. ഇപ്പോൾ പോറ്റിയെ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപക്ഷേ ഈ മണിയുമായിട്ടുള്ള ആ ബന്ധം, അതിൻ്റെ കൂടുതൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ അറിയാനായിരിക്കുമല്ലോ അത്തരത്തിലൊരു ചോദ്യം ചെയ്യൽ. ഇത് വലിയ വലിയ സംഭവങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. വെറും ഒരു സ്വർണ്ണക്കൊള്ളയായിട്ട് ഇത് മാറുന്നില്ല. ശബരിമലയിൽ നിന്ന് വിലപിടിപ്പുള്ള പലതും കവർച്ച ചെയ്ത് കൊണ്ടുപോയി എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് പ്രശാന്ത്? അനിൽ നമ്പ്യാർ, അത് തന്നെയാണ് ശബരിമലയിലെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ പഞ്ചലോഹ വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടെല്ലാം ഇപ്പോൾ അന്വേഷണം നടക്കുന്നൊരു സാഹചര്യം ഉണ്ട്. അതിൽ ഡി മണിയുടെ ചോദ്യം ചെയ്യൽ ഇപ്പോൾ ചെന്നൈയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്തത്. കഴിഞ്ഞ ദിവസവും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ജയിലിലെത്തി ചോദ്യം ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഡി മണിയിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് സ്വർണ്ണക്കൊള്ളയുമായിട്ടുള്ള വിവരങ്ങളും അടക്കം ഒന്നുകൂടി ഈ പലരും നൽകിയ മൊഴികൾ, ആ മൊഴികളിലെ വൈരുദ്ധ്യങ്ങളടക്കം നിലനിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കുന്നത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായി നിന്നുകൊണ്ട് തന്നെയാണ് ഈ പഞ്ചലോക വിഗ്രഹങ്ങൾ ശബരിമലയിൽ നിന്ന് കടത്തിയത് എന്ന ഒരു മൊഴി ഒരു പ്രവാസി വ്യവസായി നൽകിയിരുന്നു. ആ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഡി മണിയെ ചോദ്യം ചെയ്തത്. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് വീണ്ടും ഈ ജയിലിലെത്തിക്കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. കാരണം കൂടുതൽ വിവരങ്ങൾ ഇനിയും ശേഖരിക്കേണ്ടിയിരിക്കുന്നു അന്വേഷണ സംഘത്തിന്. ഇല്ലെങ്കിൽ ഹൈക്കോടതിയിൽ വീണ്ടും ഈ കേസിൻ്റെ വിശദാംശങ്ങൾ സമർപ്പിക്കുന്ന സമയത്ത് അത് തിരിച്ചടി നേടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് പഴുത് അടച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം നടത്തേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൽ എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് തിരക്കിട്ട ചോദ്യം ചെയ്യൽ നടപടികൾ പുരോഗമിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് ശങ്കർദാസിനെ അടക്കമുള്ളവരെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് അറിയുന്നു. നാളത്തേക്ക് ചോദ്യം ചെയ്യാൻ നോട്ടീസ് കൊടുത്തായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ജയിലിലെത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നത്. ചോദ്യം ചെയ്തുകൊണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതോടൊപ്പം തന്നെ ഡി മണിയുമായിട്ടുള്ള ബന്ധവും അന്താരാഷ്ട്ര ബന്ധങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വിവരങ്ങളിലടക്കം വിഷയങ്ങളടക്കം ഒന്നുകൂടി ചോദ്യം ചെയ്യുന്നു. ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കേസിലെ മറ്റ് ആളുകളെയും ചോദ്യം ചെയ്ത് ഇവരുടെ ചോദ്യം ചെയ്യലിൽ ആദ്യം തന്ന മൊഴിയും രണ്ടാമത്തെ മൊഴിയും അടക്കം പരിശോധിച്ചതിന് ശേഷമായിരിക്കും വീണ്ടും തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയുള്ളൂ. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കുരുക്ക് മുറുകുന്നു എന്ന് പറയുന്നത്, അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അപ്പോഴും ഈ പല ആളുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് വീണ്ടും നിരവധി പേർ ഈ സ്വർണ്ണക്കടത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതിൽ ഏറ്റവും അവസാനം ആയിട്ട് പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന ആളാണ് ഈ ഡി മണി എന്ന ആൾ. അദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെന്നൈയിൽ. പഞ്ചലോക വിഗ്രഹങ്ങൾ ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയി വിദേശ മാർക്കറ്റിൽ വിറ്റു എന്നതാണ് മൊഴി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡി മണിയെ ചോദ്യം ചെയ്തത്. അതിനോടൊപ്പം തന്നെയാണ് വീണ്ടും ഒരു ഭാഗത്ത് ഡി മണിയുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുമ്പോൾ അതേ സമയം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ വീണ്ടും പുരോഗമിക്കുകയാണ്. ജയിലിൽ പ്രത്യേക അന്വേഷണ സംഘം എത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിയുന്ന ജയിലിൽ പ്രത്യേക അന്വേഷണ സംഘം എത്തി. അവിടെ ചോദ്യം ചെയ്യൽ നടക്കുകയാണ്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പോറ്റിക്ക് കുരുക്ക് മുറുകുന്നു. പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്യുകയാണ്. SIT ജയിലിലെത്തിയാണ് ചോദ്യം ചെയ്യുന്നത്. പ്രശാന്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.